ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ മുസൽമാന് ഹജ്ജിന് വേണ്ടി മക്കയെ ലക്ഷ്യമാക്കി മദീനയെ ലക്ഷ്യമാക്കി ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി തിരിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് വലിയ മോഹമാണ്, അഭിലാഷമാണ്, ആഗ്രഹമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കണം നമ്മൾ. വലിയ പ്രതിഫലമാണല്ലോ ഹജ്ജിന്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാൽ സാമ്പത്തികമായി കൽപ്പില്ലാത്ത ആളുകൾ, അവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല, ഉംറ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തിരിഞ്ഞു നിൽക്കുന്ന കഅബാലയമെന്ന് മനസ്സോട് ചേർത്ത് വെക്കാൻ ഇരുട്ട് കണ്ണുകൊണ്ട് കണ്ട് കൺകുളിർമയാകാൻ കഴിയുന്നില്ല എന്നും ഓരോ മസ്ജിദിൽ കയറി ഖിബിലക്ക് മുന്നിടുകയാണ്. റബ്ബേ എന്നെ ഹജ്ജിനെത്തിക്കണേ, എന്നെ ഉംറക്കെത്തിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സാമ്പത്തികമായി അവനക്ക് കൽപ്പില്ലാതെ പോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഹജ്ജിന് പോകാതെ തന്നെ ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകുന്ന ഒരുപാട് അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അമല് ഒന്നാമതായി പഠിപ്പിക്കുന്നുണ്ട്. അതേ നിങ്ങൾ വുളൂ ചെയ്ത് വീട്ടിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഫർദ് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത പ്രതിഫലം നൽകുകയാണ്. അതുപോലെ തന്നെ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് പോയാൽ അതേ നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം നൽകുകയാണ്. ജമാഅത്തിന് വേണ്ടി പോയാൽ ഹജ്ജിന്റെ പ്രതിഫലം നൽകുകയാണ്. അതുപോലെ തന്നെ മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. ഇശാ നിസ്കരിക്കാൻ ജമാഅത്തിന് വേണ്ടി പോയാൽ ഹജ്ജിന് തുല്യമായ പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. അതേ സ്ഥാനത്ത് സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് വേണ്ടി പോയാൽ നിങ്ങൾക്ക് ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കുകയാണ്. സാധുക്കളായ ആളുകൾക്ക് ഈ മഹത്തായ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തൊരു കാര്യം നോക്കൂ. സുബഹിക്ക് നിങ്ങൾ പള്ളിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, ആ സുബഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങാതെ, ആ നിസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങാതെ അതേ ഫജ്ർ സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ദിക്റിലായി, സ്വലാത്തിലായി, ഖുർആൻ പാരായണത്തിലായി അങ്ങനെ ഇരുന്നതിന് ശേഷം അതേ സൂര്യൻ ഉദിച്ചു വന്ന കഴിഞ്ഞ 20 മിനിറ്റ് ഒരു കുന്നത്തിന്റെ മുകളിലേക്ക് സൂര്യനാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതേ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ പരിപൂർണമായി നിങ്ങളൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മൂന്നാമത്തൊരു അമൽ നോക്കൂ. എന്റെ നാട്ടിൽ നിന്ന് എത്ര പേരാണ് ഹജ്ജിന് പോയത്? എന്റെ നാട്ടിൽ നിന്ന് എത്ര പേരാണ് ഉംറക്ക് പോയത്? ഇതുവരെ സമ്പത്തുള്ള എനിക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വീട്, താമസ സൗകര്യങ്ങൾ, ബിസിനസ് കഴിച്ച് എത്ര പറമ്പുള്ളവരാണ്, എത്ര സ്വർണ്ണമുള്ളവരാണ്. അവർക്ക് ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാനും ആ സ്വർണം വിറ്റാൽ പോകാൻ കഴിയുമെങ്കിൽ പോകൽ നിർബന്ധമില്ലേ? പറമ്പുള്ളവർ പറമ്പ് വിറ്റാൽ, വാഹനമുള്ളവർ വാഹനം വിറ്റാൽ, ഇങ്ങനെ ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവർ, പാവപ്പെട്ടവർ ആഗ്രഹിച്ച് അങ്ങനെ ആഗ്രഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങളൊരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇനി എങ്ങാനും അത് നിങ്ങൾ ചെയ്താലോ 10 ഇരട്ടി പ്രതിഫലം
ഹജ്ജിന് പോകാൻ നമ്മളെ ആഗ്രഹം നമ്മളെ മനസ്സിൽ വേണം. നാലാമത്തൊരു അമല് നബി തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതേ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നില്ലേ, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നില്ലേ, അല്ലാഹു അക്ബർ ചൊല്ലുന്നില്ലേ, ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. മാത്രമല്ല, ഉറങ്ങാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കിടന്നാൽ ഒരു ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലമാണ്. അഞ്ചാമത്തൊരു പ്രതിഫലം നോക്കൂ. നിങ്ങളെ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ നല്ല മനസ്സോടുകൂടി നല്ലവരായി നിങ്ങൾ പ്രവർത്തിച്ചാൽ അതേ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതേ മാതാപിതാക്കളെ നിങ്ങൾ ശുശ്രൂഷിച്ചാൽ, നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നൊരാൾ പറഞ്ഞു, എനിക്ക് ജിഹാദിന് യുദ്ധത്തിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എനിക്കത് താങ്ങാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദിന് പോവാനല്ല പറഞ്ഞത്, ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തോ. അതേ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഇതുപോലെ തന്നെ അതാ പള്ളികൾ ആത്മീയ കേന്ദ്രങ്ങളാണ്. ആറാമത്തൊരു അമല് നിങ്ങൾ നോക്കൂ. മസ്ജിദിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്യം വേണം. അതേ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ, വെള്ളിയാഴ്ച പോകുമ്പോൾ, സുബഹിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇൽമിന്റെ ജീവിതത്തിൽ പകർത്തണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെ പള്ളിയിലേക്ക് പോകുന്ന, പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നവർ അവർക്കൊരു ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത പ്രതിഫലമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഏഴാമത്തെ അമല് നോക്കൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ, സിയാറത്തിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ ആ തീർത്ഥാടകരായ ആളുകളെ ഒരുക്കി നിർത്തി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. കുടുംബങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞാൽ അവന് ഹജ്ജിന് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മറ്റൊരു എട്ടാമത്തെ ഒരു അമല് നോക്കൂ. നിങ്ങൾ റമളാനിൽ ഉംറ നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഒമ്പതാമത്തെ അമല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റമളാനിന്റെ അതേ 10 ദിവസം നിങ്ങൾ പള്ളിയിലെത്തി കാഫിരുന്നാൽ ഹജ്ജിന്റെ 2 ഹജ്ജിന്റെയും 2 ഉംറയുടെയും പ്രതിഫലം ലഭിക്കുകയാണ്. 10ാമത്തൊരു അമല് നോക്കൂ മുഅ്മിനീങ്ങളെ, നന്മ പഠിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനോ വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്നതാണ്. 10ാമത്തത് ഈദ് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്താൽ, അതേ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പങ്കെടുക്കുമ്പോൾ, അതേ ഈദുൽ ഫിത്ർ നമസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ ഉംറയെ നിർവഹിച്ച പ്രതിഫലമാണെന്നാണ്. അതുപോലെ തന്നെ ഈദുൽ അദ്ഹാ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്നാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മഹാന്മാര് ഇനിയും പറഞ്ഞത് കാണാം. വെള്ളിയാഴ്ച ജുമഅ നിസ്കാരം അതേ ഹജ്ജിനേക്കാൾ പ്രിയപ്പെട്ടതാണെന്ന് സഈദ് ഇബ്നു അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച നിസ്കാരം ഹജ്ജാണ് പാവങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചാൽ ഒന്നിനോ പഴയോ നിങ്ങൾ പറയുക നന്നായി ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ ഹജ്ജിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ
നാവിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് നാവിനെ തെറ്റുകളിൽ നിന്ന് പാപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഹജ്ജിനേക്കാളും ജിഹാദിനേക്കാളും പ്രതിഫലമാണെന്ന് മഹാന്മാര് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ തെറ്റായ പ്രവൃത്തിയിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ട് അതിൽ നിന്ന് പിന്മാറുന്നത് 500 സ്വന്തമായിട്ടുള്ള ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണെന്നായിട്ട് മഹാന്മാര് പറഞ്ഞത് കാണാം. ഹജ്ജിന് പോകാൻ കഴിയാത്തവർ ടെൻഷനാവണ്ട, ആഗ്രഹം എപ്പോഴും മനസ്സിൽ വെച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ വഫ്ഫിഖ്നാ ലിൽ ഹജ്ജി വൽ ഉംറ ولزيارة روضة حبيبك سيدنا محمد صلى الله عليه وسلم قبل أن تميتنا مرارا يا رب العالمين. എന്നിങ്ങനെ പറഞ്ഞു ദുആ ചെയ്യണം. റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് മദീന കാണണം, മക്ക കാണണം, അവിടെ എത്തണം. ആ പച്ചക്കുബ്ബയൊന്ന് നോക്കി നിന്ന് മുത്തുനബിയോട് സലാം പറയണം. അതുപോലെ തന്നെ ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കണം. കഅബ നോക്കി നിന്ന് മതി വരുവോളം കണ്ണീരൊഴുക്കി റബ്ബിനോട് ദുആ ചെയ്യണം. ഏറ്റവും മഹത്തായ ദുആ ഇജാബത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നിരുന്ന് ദുആ ചെയ്യണം. ഇങ്ങനെ ആഗ്രഹിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു ഹജ്ജിന് പോയ മുഴുവൻ ആളുകളുടെയും ഹജ്ജ് ഉംറ സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ജൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വഉംറതൻ മബ്റൂറാ വസഅയൻ മഷ്കൂറാ വദംബൻ മഗ്ഫൂറാ വതവാഫൻ മഖ്ബൂലാ വദുആഅൻ മുസ്തജാബാ ومرجوا إلينا مقبولة ومرضية عندك يا رب العالمين.